welcome to my channel Likita Revilade. കുഞ്ഞുണ്ട് ഇന്ന് അപ്പം നമ്മളിന്ന് ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാൻ പോകുന്നു. ബീഫ് ഇവരൊന്നും കൂട്ടൂല കേട്ടോ, ഞാൻ ഒറ്റയ്ക്ക് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വേറെ 2 ഫ്രണ്ട്സ് ഉണ്ട്, അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ അങ്ങനെ കിട്ടൂല, ഇവിടെ സീക്രട്ടായിട്ട് ഉണ്ടാക്കുകയാണ് സാധനം. ഇവിടെ എന്ത് ഈ മുസ്ലിംസ് ഏരിയയില് കിട്ടും, അങ്ങനെ കിട്ടുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഓണറൊന്നും അറിയാൻ പാടില്ല. അങ്ങനെ സീക്രട്ടായിട്ട് ഉണ്ടാക്കാം, മട്ടണെന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിക്കൊണ്ടോളാം. ഇതിന്റെ പ്രിപ്പറേഷൻ മുഴുവൻ വരട്ടിയത് കേട്ടോ, വരട്ടിയ മാതിരി വരട്ടിയത്. പ്രിപ്പറേഷൻ മുഴുവൻ അപ്പേട്ടനാണ്. ഞാനത് തൊടുന്നേ ഇല്ല, എനിക്ക് അതിന്റെ സ്മെല്ല് പിടിക്കുന്നില്ല. പക്ഷെ ഞാനിവിടെ നിൽക്കുന്നതാണ്. പിന്നെ കുറച്ച് കുഞ്ഞുമുച്ചക്കും ഇവർക്കും വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വേണ്ടി മാത്രം കുറച്ച് ചിക്കൻ വാങ്ങിയതാണ്. ഇനി കുക്കിങ്ങിലേക്ക് കിടക്കുകയാണ്. ഞാൻ ചെറിയ അല്പം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ ഓൾറെഡി നമ്മള് ബീഫ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് പിന്നെ നമ്മളെ കുക്കറിൽ ഇട്ടിട്ടുണ്ട്, മഞ്ഞളും ഉപ്പിട്ട് വേവിക്കുന്നുണ്ട്. അപ്പൊ കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഞാനൊരു 10-12 വിസിൽ അടിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പെട്ടെന്ന് വെന്ത് കിട്ടാനില്ല ഇത്. ഒരു 10-12 വിസിൽ വരുമ്പോൾ അടിച്ചാൽ കറക്റ്റായിട്ട് വരും. അപ്പം അതിന് വേണ്ടിയിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഉലുവ, ജീരകം, കുരുമുളക് പൊടി, മല്ലിപ്പൊടി. പിന്നെ മല്ലിച്ചപ്പ് വാങ്ങാൻ മറന്നുപോയി, അതിനോട് ഇനിയിപ്പോൾ ഇടുന്നില്ല. ഇനിയിപ്പോൾ ടൈമില്ല, 2 മണി 2:30 ആവാനായി. നടന്നാലേ കാര്യം നടക്കൂല. പിന്നെ ഒരാള് ഫുഡ് കഴിക്കാണ്ട് താഴത്തെ റൂമിൽ വെയിറ്റ് ചെയ്തിട്ട് ആവാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനോട് ഒരു മല്ലിച്ചപ്പ് നിന്നുകൊണ്ട് ഒഴിവാക്കി. മല്ലിച്ചപ്പും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായി. ഇനി മറന്നുപോയി വാങ്ങാൻ. പിന്നെ എനിക്ക് വാങ്ങാൻ പോകാനുള്ള ടൈമില്ല. കുക്കിങ്ങിലോട്ട് ഞാനല്ല കുക്ക് തുടങ്ങാൻ പോകാം കേട്ടോ. നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് ഇനി ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഇതിലേക്ക് നമുക്ക് ഓരോരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ആഡ് ചെയ്യാം കേട്ടോ. ഉള്ളിയിലൊക്കെ ഇടുന്നുണ്ട്, വാവയും കുറച്ചിട്ടിരുന്നു. അതിലേക്ക് ഞാനൊന്ന് കട്ട് ചെയ്തിടുന്നുണ്ട്, കുറച്ച് ഉലുവയും ഇട്ട് ഒരു 2 ഏലക്കായ. ഉള്ളി ഒന്ന് നമ്മൾ വാടാൻ പോകാം. ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമ്മളൊന്ന് ഫ്ലെയിം ഇത്തിരി കൂട്ടുന്നുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഭാവം കൂടിയാണ് കുക്കിംഗ്. അപ്പോൾ ഉപ്പിടണം പറയുന്നത് എല്ലാ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി നമ്മൾ അരച്ചെടുത്തതാണ്. നമ്മൾ അരച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതും കൂടി നമ്മൾ ഉള്ളിന് ഈ വഴറ്റുന്നതിലേക്ക് ഇടണം. എടുത്ത് വെച്ച പച്ചമുളക് ചീന്തി വെച്ച പച്ചമുളകുണ്ട്, അതും കൂടി ആഡ് ചെയ്ത് ഒന്ന് വാട്ടിയെടുക്കണം. നമ്മൾ പച്ചമുളക് ചീന്തിയ പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ടിക്കണം, ചീന്തി ഇട്ടിക്കണം. അത് മുറിച്ചിട്ടതാണ്. ഇതിലേക്ക് ഇനിയിപ്പോൾ കുറച്ച് ഗരം മസാല, മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി അതുകൂടി ആഡ് ചെയ്ത് വെക്കണം. എന്നിട്ട് അതുകൂടി ആഡ് ചെയ്ത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വഴറ്റിയെടുത്തിട്ട് നമുക്ക് പിന്നെ ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് വേവാൻ വെക്കാം. ഓക്കെ, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കട്ടെ. ഇപ്പം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. വാവനെ എടുത്തിട്ട് തന്നെ കുക്ക് ചെയ്യണം. വാവക്ക് നിർബന്ധം, അതാണ് താഴെ വെക്കാത്തത്. അവന് കുക്കിംഗ് അവന് കാണണം, അവൻ തന്നെ കുക്കിംഗ് ചെയ്യണം. ഇത് സ്മെല്ലടിച്ചാൽ വാവക്ക് ചുമ വരും കേട്ടോ. നമ്മളെ വത്തക്ക വാങ്ങണം എന്നൊക്കെ പറയുന്നുണ്ട്. വത്തക്ക ഇപ്പോൾ എവിടെ കിട്ടുക വാവേ? വത്തക്ക വാങ്ങണം പോലും വാവക്ക് അപ്പോൾ കിട്ടുമോ? സീസൺ ഔട്ടായതുകൊണ്ട് വത്തക്കെല്ലാം കിട്ടാൻ മണിയായിരിക്കും. വാട്ടിയെടുക്കുകയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വാട്ടിയെടുക്കുകയാണ് നമ്മൾ. ഇനി ഇതിലേക്ക് നമുക്ക് ബീഫ് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഒന്ന് എല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോൾ ലാസ്റ്റ് പ്രോസസ്സാണ് നമുക്ക് കുറച്ച് പെപ്പർ പൗഡർ ഇട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കുക. മങ്കി മങ്കി
അപ്പുറത്തെ വീട്ടിൻ്റെ വാട്ടർ ടാങ്കിൻ്റെ മേലെ നോക്കട്ടെ കാണിക്കാൻ പറ്റുമോ. വാട്ടർ ടാങ്കിന്റെ മേലെ കണ്ടോ മങ്കി അതാ ചാടിപ്പോന്നു. ക്ലിയർ ആയിട്ട് ഇങ്ങനെ കിട്ടിയില്ല. അപ്പം നമ്മൾ ഇതിലേക്ക് നമ്മളെ റെഡിയാക്കി കുക്കറിൽ നമ്മൾ വേവിക്കാൻ വെച്ച ബീഫാണിത്. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകാം കേട്ടോ. ഇനി ഒന്ന് തിളച്ച് എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ എന്തെങ്കിലും കുറവുണ്ടോ എന്നുള്ളത് നോക്കണം. പോയി ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ബുക്കാറോൻ്റെ ഒരു ജാർഖണ്ഡ് ബുക്കാറോ ഇവിടെ എന്ന് പറഞ്ഞാൽ കറണ്ട് എന്ന് പറഞ്ഞ സാധനമില്ല. അതിനെ കൊണ്ട് ഇവിടെ ഇപ്പോൾ കറണ്ട് ബില്ല് വാങ്ങുന്നില്ല സർക്കാർ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കേട്ടിട്ടുള്ളൂ കേട്ടോ. ഞങ്ങളോട് റെന്റിന് നിൽക്കുന്നതോട് ഞങ്ങളെ കറണ്ട് ബില്ലൊക്കെ കൊണ്ടു തരുന്നുണ്ട്. കറണ്ട് ബില്ലടക്കെ കൊണ്ടു തരുന്നുണ്ട്. ഇവിടെ വാങ്ങുന്നുണ്ട് പൈസ. പക്ഷെ ഇവര് പറഞ്ഞെന്ന് വെച്ചാൽ മന്ത്ലി കറണ്ട് ബില്ല് വരും, പക്ഷെ അത് പേ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് സർക്കാരിന് പറയുന്നതെന്നാണ് നമ്മൾ പേ ചെയ്യേണ്ട ആവശ്യം വരില്ല. എന്താ വെച്ചാൽ രാത്രി ഒരു 12 മണിക്ക് ശേഷം കറണ്ട് ഉണ്ടാവുമല്ലോ, അതുവരെ പോയി വന്ന്. അപ്പോൾ ഇപ്പോൾ പകൽ കണ്ടോ ഇപ്പോൾ കറണ്ട് പോയി. നമ്മൾ കുക്കിങ്ങിൻ്റെ ഇടയിൽ കൂടെ കറണ്ട് പോയി. ഇനി എപ്പോഴാണ് വരിക എന്നുള്ളത് അറിയില്ല. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ വെച്ചതിനോട് അറിയില്ല. അതിൻ്റെ സ്റ്റോക്കും കൂടി ഒഴിക്കുന്നുണ്ട്. വേറെ വെള്ളമായിട്ട് ആഡ് ചെയ്യുന്നില്ല. ഈ ബീഫ് വേവിച്ച വെള്ളം തന്നെ അതിലേക്ക് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് ആ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടോ. നമ്മളത് ആദ്യം ഒന്ന് ഫ്രൈ ആക്കി വെക്കാമെന്നാണ് വിചാരിച്ചിനി. പക്ഷേ എന്താ വെച്ചാൽ 3 പേര് കഴിക്കാനുണ്ട്. അപ്പോൾ തികയാണ്ടായി പോകുന്നുള്ളൊരു ഇതിനെ കൊണ്ട് ഒന്ന് കുറച്ച് സെമി ഗ്രേവി ആക്കിയിട്ട് വെക്കേണ്ട പരിപാടിയാണ്. ഇതൊന്നും നല്ല തിളയ്ക്കണം കേട്ടോ. ഇനി നമ്മൾ തിളച്ചിട്ട് വേണം നമുക്ക് ഇതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. ഇപ്പം ടേസ്റ്റ് നോക്കിയപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയില്ല, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുന്നൊന്നല്ല കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഒന്ന് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളിയുണ്ട്. ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ അടിപൊളിയുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യില്ല. അപ്പൊ പിന്നെ എനിക്ക് ഇതിനോട് സംഗതി നല്ല അടിപൊളിയായിട്ട്. ഇതിലേക്ക് ഇനി കുരുമുളക് ഇട്ട് കൊടുക്കണം. കുരുമുളക് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് എരിവ് കൊണ്ട് വരുള്ളൂ. ഇപ്പോൾ എരിവില്ല, പക്ഷേ പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഇതിൽ വരുള്ളൂ. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അത് മാത്രമേ ഒരു ഇത് വരുള്ളൂ. ബാക്കി മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ആണ് നമ്മൾ. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഇതിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പക്ഷേ എനിക്ക് പെപ്പർ ഫ്രൈ ആയിരുന്നു വിചാരിച്ചിന്, പക്ഷേ നമ്മൾ ഗ്രേവി ആക്കിയിട്ട് അപ്പം വെക്കുന്നു. കുരുമുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്തിപ്പോൾ ബീഫിലേക്ക് തുറന്നിട്ടൊന്ന് കറി ഒന്ന് ടൈറ്റ് ആവട്ടെ, ചെറുങ്ങനൊന്ന് ടൈറ്റ് ആക്കാം. അപ്പോൾ നമ്മളൊന്നുണ്ടാക്കിയത് ബീഫ് കറിയാട്ടോ. ബീഫ് ഫ്രൈ ആക്കണമെന്ന് വിചാരിച്ചിന്, പക്ഷെ ഇതൊന്ന് ഞാൻ വല്ലാതെ ഒരു ഇതാക്കുന്നില്ല. ഗ്രേവി ടൈപ്പിലാണ്. നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്, ചോറിൻ്റെ കൂടുതൽ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനോട് ഗ്രേവി ടൈപ്പിൽ നമ്മളൊരു 3-4 ആൾക്കാരും കഴിക്കാനുണ്ട്. അപ്പോൾ ഇവരെന്താ കഴിക്കുന്നത്? എൻ്റെ ഫ്രണ്ട്സ് മാത്രം. ഇവരൊന്നും ബീഫ് കൂട്ടില്ല, ബീഫ് കഴിക്കൂല. അതുപോലെ ഞങ്ങളെ വീട്ടിലാരും കഴിക്കില്ല, വീട്ടിലും കയറ്റാറില്ല. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളെ കിച്ചണിൽ ബീഫ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ക്ലീനിങ് ഒക്കെ ഏട്ടനെ കൊണ്ട് തന്നെ ഞാൻ ആദ്യം ചെയ്യണമെന്ന് പറഞ്ഞ് അതിൻ്റെ പാത്രങ്ങൾ വരെ ഞാൻ കഴിപ്പിച്ചിട്ടുണ്ട്. പാത്രം വരെ ഞാൻ കഴിക്കേണ്ടി വന്നത്. പാത്രം, കട്ടിംഗ് ബോർഡ് ഒക്കെ ഞാൻ ക്ലീൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. സ്വന്തമായിട്ട് ഉണ്ടാക്കി സ്വന്തമായിട്ട് പറയുന്നതല്ല, സംഗതി നല്ല അടിപൊളിയായിട്ടുണ്ട്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഈ റെസിപ്പി കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ മല്ലിച്ചപ്പില്ലേ, മല്ലിച്ചപ്പ് ലാസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫ്ലേവർ ഒരു ഇത് കിട്ടും പ്രത്യേകം. പിന്നെ ഒന്ന് കുറച്ചും കൂടി ഒന്ന് ടൈറ്റാക്കി വെച്ചാൽ മതി ഗ്രേവി. ഞാൻ പിന്നെ ആൾക്കാരുള്ളതിനെ കൊണ്ട് 1 കിലോ ബീഫ് ഉള്ളൂ, അതിനെ കൊണ്ട് അങ്ങനെ ഒപ്പിച്ചിട്ടുണ്ട്. ഇവിടെ എന്താ വെച്ചാൽ നമുക്ക് മാർക്കറ്റിൽ പോയാൽ കിട്ടില്ല. ഇത് രാവിലെ 5 മണിക്ക് എൻ്റെ വേറൊരു ഫ്രണ്ടിനെ കൊണ്ട് വിട്ടിട്ട് വാങ്ങിപ്പിച്ചതാണ്. അതും 15 കിലോമീറ്റർ ദൂരം പോയിട്ടാണ് ഇത് വാങ്ങി വരുന്നത്.
എന്നിട്ട് അവരവിടെ വാങ്ങി വെച്ച് നമ്മൾ പോയി അവിടെ കളക്ട് ചെയ്ത് അങ്ങനെയൊക്കെ കൊണ്ടുവന്നതിനെ കൊണ്ട് അപ്പോൾ അത് ഓവറായിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി നമുക്ക് കിട്ടൂല. സൺഡേ മാത്രമേ ഉള്ളൂ ഇവിടെ അറവുള്ളത്. അപ്പോൾ ആദ്യം തന്നെ താഴെ ഒരു നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാധനം നമ്മൾ ആദ്യം തന്നെ കൊടുക്കുക കേട്ടോ. ചോറ് തിന്നാണ്ട് 3 മണി അയാൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ ഇത് കൊണ്ട് കൊടുത്തിട്ട് വരാം കേട്ടോ. ബൈ. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വറുക്കാനുള്ള ചിക്കൻ വറുക്കാനുള്ള കാര്യം മറന്നുപോയി. അപ്പം ഞാൻ ചിക്കൻ വറുക്കട്ടെ. അപ്പം എനിക്കും വാവക്കുള്ള ഞാനുള്ള ചിക്കൻ അതാ ചിക്കൻ നമ്പറുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ. വാവക്ക് ചിക്കൻ കൊടുക്കട്ടെ കേട്ടോ.